ഹലോ ഓൾ, പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് കൊണ്ട് 8 മാർക്കിൻ്റെ ചോദ്യം പഠിച്ചാലോ? ഈസി ആയിട്ട് അല്ലേ? നമുക്കറിയാം മോട്ടിവേഷൻ എന്ന് പറയുന്നത് അല്ലേ, അതേതാണ് ഡയറക്റ്റിംഗ് ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മോട്ടിവേഷനിൽ മാസ്ലോ നീഡ് ഹയറാർക്കിക്കൽ തിയറി വിത്ത് ഡയഗ്രാം വെച്ച് വരയ്ക്കാൻ പറയുന്നു അല്ലേ. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ നമ്മൾ ഡയഗ്രാം ആയിട്ട് എന്തൊരു ട്രയാങ്കിൾ വരച്ചാൽ അതിന് 5 പാർട്ടാക്കുക. 5 പാർട്ടിലും എന്ത് എഴുതാനുണ്ട്? 5 ഘടകങ്ങൾ എഴുതാനുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ? ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം എവിടുന്നാണ് തുടങ്ങുന്നത്? ഫിസിയോളജിക്കൽ ബാഡ് എന്ന് പറയുന്നത് അല്ലേ. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നു നമ്മുടെ ഡ്രസ്സ്, അതേപോലെ തന്നെ ഫുഡ്, ഷെൽട്ടർ എന്ന് പറയുന്നതാണ് ഫിസിയോളജിക്കൽ. രണ്ടാമതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സേവിങ്സ് ചെയ്യുന്നു, നമ്മൾ ജോബ് സെക്യൂരിറ്റി നോക്കുന്നതിന് സേഫ്റ്റി എന്ന് പറയാം. മൂന്നാമതായിട്ട് പറയുന്നതാണ് നമ്മുടെ സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ഫാമിലി വേണമെന്ന് തോന്നുന്നതിന് നമുക്ക് സോഷ്യൽ നീഡ്സ് എന്ന് പറയാം. നാലാമതായിട്ട് നമ്മൾ പറയുന്നതാണ് എസ്റ്റീം നീഡ്. നമുക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കൊരു വാല്യൂ വേണമെന്ന് തോന്നുന്ന എസ്റ്റിമേറ്റ് നീഡ് എന്നും. ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ്? സെൽഫ് ആക്ച്വലൈസ് ആവുന്നു, നമുക്കിനി ഒന്നും വേണ്ട, നമുക്കെല്ലാം നേടി എന്ന് പറയുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.